ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി എബ്രായർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം. സകലത്തിനും വാക്കും സകലത്തിനും കാരണബോധനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തം ആയിരുന്നു എന്ന് നാം വായിക്കുന്നു. ഈ വാക്യത്തിൻ്റെ സാരാംശം കഷ്ടാനുഭവങ്ങളാൽ ക്രിസ്തുവിനെ പോലെ ആകുക എന്നതാകും. ദൈവത്തിൻ്റെ കരുണയും കൃപയും അനുഭവിച്ച് ഈ ദിവസം വരെ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് നടത്തിയ ദൈവസ്നേഹത്തിന് കരുതലിനുമായി സ്തോത്രം ചെയ്യാം. സകലത്തിനും കാരണഭൂതനായവൻ നമ്മെ രക്ഷിച്ചതിൻ്റെ ദൈവോദ്ദേശം എന്ന് പറയുന്നത് തൻ്റെ പുത്രൻ യേശു ക്രിസ്തുവുമായി താരതമ്യം പ്രാപിക്കുന്നവരെ കൊണ്ട് സ്വർഗം നിറയ്ക്കുക എന്നതായിരുന്നു. എന്നാൽ തൻ്റെ മക്കൾ എങ്ങനെ പെരുമാറണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മിൽ അധികം പേരും പെരുമാറുന്നത്. കൃപയാൽ നമ്മെ ഓരോരുത്തരെയും രക്ഷിച്ച നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കുക എന്നതാണ് നീണ്ടു നിൽക്കുന്ന കാര്യപരിപാടി എന്നത് നാം മറന്നു പോകരുത്. ആരംഭത്തിൽ ദൈവം ആദാമിലൊരു മകനെ സൃഷ്ടിച്ചു. എന്നാൽ ആദാമിൻ്റെ പാപം തലമുറകളായി ദൈവിക ബന്ധത്തെ നശിപ്പിച്ചു. ആകയാൽ ദൈവം തൻ്റെ എല്ലാ മക്കളെയും തൻ്റെ ആധിപത്യത്തെ അംഗീകരിച്ചു താനുമായി യോജിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതാണ് ദൈവോദ്ദേശം. ഈ ദൈവോദ്ദേശം നടപ്പിലാക്കാൻ സാത്താൻ ഒരു കാരണവശാലും സമ്മതിക്കുകയില്ല. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം കർത്താവിൻ്റെ സന്തോഷത്തിനു വേണ്ടി ഉണ്ടാക്കിയതാണ്. എല്ലാ ജീവജാലങ്ങളെയും അവനു വേണ്ടി സൃഷ്ടിച്ചതാണ്. വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കാനായിരുന്നു അവൻ മനുഷ്യരാശിയിൽ ഇടപെട്ടത്. ആദാമിൻ്റെ മക്കളെ തേജസ്സിലേക്ക് കൊണ്ടുവരുവാനുള്ള തടസ്സം അവരുടേത് തന്നെ പാപമായിരുന്നല്ലോ. തൻ്റെ ഏകജാതനായ പുത്രനെ യാഗമർപ്പിച്ച് ദൈവം അതിനെ കൈകാര്യം ചെയ്തു. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താലും തേജസ്കരണത്താലും നാം ദൈവത്തിൻ്റെ ജീവൻ പ്രാപിക്കുമ്പോൾ നമ്മുടെ പുത്രത്വം പൂർണ്ണമാകും. ദൈവത്തിൻ്റെ ജീവൻ നാം സ്വീകരിച്ചില്ലെങ്കിൽ നമ്മെ ദൈവപുത്രന്മാർ എന്ന് വിളിക്കുവാൻ സാധ്യമാകില്ലായിരുന്നു. ഒരു പുത്രൻ്റെ ഒന്നാമത്തെ യോഗ്യത അവൻ്റെ പിതാവിൻ്റെ ജീവനുള്ളവനായിരിക്കുക എന്നതാണ്. അന്ന് സ്വാഭാവിക ജനനത്താൽ ലഭിക്കുന്നു. ദൈവിക ജീവനില്ലെങ്കിൽ നാം ജഡികരും ആത്മാവില്ലാത്തവരുമായിരിക്കുമല്ലോ. എനിക്ക് ദൈവപൈതലാകുവാൻ അധികാരവും ശക്തിയും തരുന്ന ദൈവിക ജീവൻ എങ്കിലേക്ക് പകരുക എന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനമെന്നും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഓരോ വിശ്വാസിയെയും ദൈവപൈതലെന്ന് വിളിച്ചതുകൊണ്ട് അവൻ്റെ സ്വഭാവത്തിന് വ്യത്യാസം വരണമെന്നില്ല. പുത്രത്വം എന്ന വെറും നാമധേയം കൊണ്ട് ദൈവം തൃപ്തനായിരുന്നെങ്കിൽ അച്ചടക്കമോ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുന്നതോ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ. അപ്പോൾ തൻ്റെ ഭൂമിയിലെ പരിശീലനത്തിൻ്റെ അവസാന ഭാഗം ദൈവസന്നിധിയിൽ അതൊരു ഭാഗ്യം എന്ന നിലയ്ക്ക് അവൻ കഷ്ടം അനുഭവിച്ചു. പാപം മൂലം ക്രിസ്തു സഹിച്ച ഹീനമായ കഷ്ടപ്പാടുകളിൽ പങ്കുകാരാകാൻ സാധ്യമല്ല. എന്നാൽ അവൻ തൻ്റെ പരിശീലനത്തിൻ്റെ ഭാഗമായി സഹിച്ച കഷ്ടതകളിൽ പങ്കുകാരാകുവാൻ സാധിക്കും. അതെ, താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു എന്ന് എബ്രായർ 5:8 നമ്മൾ വായിക്കുന്നു. അച്ചടക്കം മൂലവും പരിശീലനം മൂലവും നാം ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നു. ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മിലുള്ളത് കൊണ്ടും നാം ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പിതാവ് അനുവദിക്കുന്ന കഷ്ടതകൾ നാം കീഴ്പ്പെടുമ്പോൾ നാം കൂടുതൽ ക്രിസ്തുവിനെ പോലെ ആയിത്തീരും. അങ്ങനെ ആയിത്തീരാൻ ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത് കൊണ്ട് താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അവൻ അനുസരണം പഠിച്ചു എന്നും തിരുവചനം നമ്മളെ പഠിപ്പിക്കും. നമ്മുടെ ജീവിതത്തിൽ
കർത്താവ് അനുഭവിച്ച കഷ്ടാനുഭവങ്ങൾ നാം മറന്നു പോകരുത്. ആ കഷ്ടാനുഭവങ്ങളെ ധ്യാനിച്ചുകൊണ്ട് നമ്മളെ മക്കളാക്കി തീർത്തെങ്കിൽ, തേജസ്സുള്ളവരാക്കി തീർത്തെങ്കിൽ, ദൈവസന്നിധിയിലേക്ക് നമ്മളെ നീതീകരിച്ച് എത്തിക്കുവാനുള്ള ഒരുക്കം നമുക്ക് ലഭിച്ചുവെങ്കിൽ നാം എപ്പോഴും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക, അതിന് തക്കവണ്ണം നാം വിശ്വസ്തരായി ജീവിക്കുക. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന ദൂത് എന്താണെന്ന് ചോദിച്ചാൽ, സകലത്തിനും വാക്കും സകലത്തിനും കാരണഭൂതനുമായ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തം ആയിരുന്നല്ലോ. അങ്ങനെ നമുക്ക് നമ്മുടെ കർത്താവ് തികഞ്ഞവനായതുകൊണ്ട് തികഞ്ഞ കർത്താവിനെ നോക്കി നമ്മുടെ ക്രിസ്തീയ യാത്ര തുടരാം. പ്രാർത്ഥിക്കാം. പിതാവേ, അങ്ങയുടെ ജീവൻ തന്ന് എന്നെ നിൻ്റെ മകനാക്കിയതിന് നന്ദി കർത്താവേ. നീ എന്നെ നിൻ്റെ സമ്പൂർണ്ണ പുത്രത്വത്തിലേക്ക് കൊണ്ടുവന്നതിന് നിന്നെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തി വചനങ്ങളാൽ ഞങ്ങളെ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.